വെൽക്കം. ഇതാണ് ഐ ലേണിൻ്റെ സെൽഫ് ലേണിംഗ് ആപ്ലിക്കേഷൻ. അതായത് ഇതിൽ കാണുന്നത് സ്ക്രീനിലേക്ക് അറിയാം, ഇതൊരു PH ചാർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പറ്റിയുള്ള ഇത് പെർഫെക്റ്റ് അല്ല, ഈ ഏരോ മാർക്കിങ്ങിനൊന്നുമല്ല വരിക. ഇത് സ്റ്റാർട്ടിങ് കട്ടാണ്, ഇതൊന്നും ഉണ്ടാവില്ല, ബ്ലാങ്ക് വളരെ മിനിമൽ സാധനം ഉണ്ടാവുള്ളൂ, ഇത്രയ്ക്കൊന്നും വരച്ചിട്ടുണ്ടാവില്ല. കാര്യത്തിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന സാറിൻ്റെ ഇതിൽ ഇൻസ്ട്രക്ടർ ഓടിയാണ് വരിക, ഇൻസ്ട്രക്ടർ ഐക്കൺ ഫോട്ടോ അല്ലെങ്കിൽ വിച്ച് ഈസ് P-ആക്സിസ് എന്നൊരു ചോദ്യം ആൾ ചോദിച്ചിരിക്കുകയാണ്. ഇൻട്രാക്റ്റീവ് ലേണിംഗ് ആണല്ലോ, ആൾ ചോദിക്കുകയാണ്, അത് സോഫ്റ്റ്വെയർ ചോദിക്കുകയാണ് വിച്ച് ഈസ് P-ആക്സിസ്. അപ്പോൾ പിക്ക് എ പോയിന്റ് ഫ്രോം ഇമേജ് എന്നുള്ളതാണ് ടാസ്ക്. സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ P-ആക്സിസ് ഒരു ഏരിയ പറഞ്ഞു കൊടുക്കുക, ഇതാണോ അല്ല, അപ്പോൾ അനക്കൊന്നുമില്ല, ഇതല്ല, ഇത് സാച്ചുറേറ്റഡ് വേപ്പർ ലൈനാണ്. അങ്ങനെ ഓരോന്നിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ. അപ്പോൾ ഈ കാണുന്ന ലൈൻ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈനാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സാച്ചുറേറ്റഡ് ലിക്വിഡ് ലൈൻ എന്ന് വരുന്നത് അതല്ല, ഇതാണോ അല്ല, അത് എൻതാൽപ്പി ആക്സിസ് ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ഇതിൽ യു ക്ലിക്ക് പ്രഷർ ആക്സിസ്, അത് ശരിയാണെങ്കിൽ ഉണ്ടാ നെക്സ്റ്റ് ഇതിലേക്ക് കിടക്കും. നെക്സ്റ്റ് ഘട്ടം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് താങ്ക് യു, ശരിയാക്കി നെക്സ്റ്റ് ഘട്ടം വേണമെങ്കിൽ വയ്ക്കാൻ വെച്ചിട്ടില്ല, എൻ്റെ അടുത്ത് താങ്ക് യു കാണിക്കുന്നത്. യെസ്, ഓക്കെ, അല്ലെങ്കിൽ നോട്ട് കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ഇതനുസരിച്ച്. അപ്പം നമ്മൾ ഇത് പറയേണ്ടത്, എഡിറ്റ് ചെയ്യേണ്ടത് ഒരു ഫയലിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഡിറ്റ് ചെയ്യേണ്ടത്. പോയിൻറ്റ്സ് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ബേസ് ഇമേജ് കാര്യങ്ങളൊക്കെ നമുക്ക് സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റും. എഡിറ്റർ വെച്ച് എഡിറ്റ് ചെയ്യാം. ഇതൊരു JSON ഫയലായിട്ട് സേവ് ചെയ്യാം. ഇതിൽ കണ്ടില്ലേ, ഓൺ കറക്റ്റ് എന്താ പറയണ്ടേ, ഓൺ റോങ് എന്താണ് പറയണ്ടേ, ആൻസർ ടൈപ്പ് പോയിൻ്റ് ആണോ ബൂളിയൻ ആണോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണോ, ഓൺ കറക്റ്റ് നെക്സ്റ്റ് ഇനി അടുത്ത ഫയൽ ഏതാ end.json. അപ്പോൾ അടുത്ത ഫയൽ വരും. ഇങ്ങനെ ഓരോന്നിനും ഓരോരോ ഫയൽ സെപ്പറേറ്റ് ഉണ്ടാക്കണം. ഓരോരോ സീനിന് ഓരോരോ ചോദ്യങ്ങൾക്ക് ഓരോരോ ഫയലിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വരിക. ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൽ എഡിറ്റിംഗ് ഓപ്ഷനും ഉണ്ട്. എഡിറ്റിംഗ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ എഡിറ്റ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ റീജിയൻസ് മാർക്ക് കാണിച്ചിട്ടുണ്ടല്ലോ, ഇതാണിപ്പോൾ ആ ഒരു സാച്ചുറേറ്റഡ് ലിക്വിഡ് റീജിയൻ വെച്ചിരിക്കുന്നത്. ഇതൊരു സാച്ചുറേറ്റഡ് പേപ്പർ റീജിയനാണ്. അപ്പോൾ ഈ റീജിയനകത്ത് എവിടെ ക്ലിക്ക് ചെയ്താലും അത് സ്വീകരിക്കും. അപ്പോൾ നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഓരോരോ ഭാഗങ്ങൾ. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ എഡിറ്റ് മോഡല്ലേ, എഡിറ്റ് മോഡിൽ നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് മോഡിൽ നമ്മളിപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇങ്ങനെ ഒരു നമുക്ക് വരയ്ക്കാം അവിടെ. അപ്പോൾ അത് ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ ചേർത്ത് മതി. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവും, കൊളിക്കണായി മാറും. ഇതിപ്പോൾ ഐസോതെർമൽ ലൈൻ ഫോർ സബ് കൂൾഡ് ലിക്വിഡ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ഇത് വരച്ച് കൊടുക്കാം. പക്ഷേ ഇത് രണ്ടിൽ ഓവർലാപ്പ് ചെയ്യുമ്പോൾ പ്രശ്നം വരിക. അതുപോലെ ഇതിനും വേണമെങ്കിൽ ഒരു റീജിയൻ വരച്ച് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ അത് ആ ഫയൽ അപ്ഡേറ്റ് ആവും. കണ്ടില്ലേ, ഫയൽ അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ വേറെ പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോളിഗൺ 279 നമുക്ക് മാറ്റാം പേര്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഇത് വേണ്ടാന്നുണ്ട് എഡിറ്റ് മോഡ് കളഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് വരില്ല. ഇനി ഷോ ഏരിയസ് കാണണമെങ്കിൽ കാണാം. സ്റ്റുഡൻസിന് ഷോ ഏരിയസ് കാണില്ല. നമ്മളിപ്പോൾ ഓരോ ഏരിയാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായാലും P-ആക്സിസ്, ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പോളിഗൺ അവിടെ പേരുണ്ട്, ഇവിടെ പോളിഗൺ 647 ആണ്. അപ്പോൾ അതിന് പേര് മാറ്റാൻ ഒക്കെ എഡിറ്ററിൽ നമുക്ക് ഫീച്ചർ ആഡ് ചെയ്യാം. ഇപ്പം ബേസിക് ഫീച്ചർ മാത്രമേ ആക്കിയിട്ടുള്ളൂ. പിക് ഫ്രം ഇമേജ്, അപ്പോൾ ഇമേജ് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഓരോ ഏരിയസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇതാണ് ഇൻട്രാക്റ്റീവ് ലേണിംഗ്. ഇതാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു സംഭവമാണ് ഇൻട്രാക്റ്റീവ് ലേണിംഗ്. അതൊരു മാഷിന് പോലെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഒരു മാഷ് സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ കാര്യങ്ങളൊക്കെയും ലേണിംഗ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഘട്ടം ഘട്ടമായിട്ട് ഓരോ കോഴ്സ് ഒബ്ജക്റ്റീവ് കഴിഞ്ഞാൽ അടുത്ത് നെക്സ്റ്റ് ഒബ്ജക്റ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇത് സക്സസ് ആയാലും നെക്സ്റ്റ് ഇതിലേക്ക് കിടക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവേണ്ട അടുത്തേക്ക് പോകുന്ന നടത്തില്ലല്ലോ. അപ്പോൾ ഇതിൽ പറഞ്ഞ വിച്ച് ഈസ് P-ആക്സിസ് എന്നുള്ളത് കറക്റ്റ് ആവാതെ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് പോവില്ല. അപ്പോൾ ഇതൊക്കെയും തെറ്റാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, കറക്റ്റ് പ്രഷർ ആക്സിസ്. അപ്പോൾ യു ക്ലിക്ക് ചെയ്തിട്ട് ഒരു കറക്റ്റ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒരു കൺഗ്രാജുലേഷൻസ് അതുകൊണ്ട് എന്തെങ്കിലും ആനിമേഷൻ എന്തെങ്കിലും വരുത്തണം എക്സ്ട്രാ. എന്നിട്ട് നെക്സ്റ്റ് ഇതിലേക്ക് പോവുകയാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്. ഓക്കെ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ.